ഞാൻ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു അറിയോ കമ്മ്യൂണിസ്റ്റ്. ഞാൻ ഒരു കമ്മ്യൂണിസത്തോടൊക്കെ എനിക്ക് അനുഭവമുണ്ട്, ദേശാമാലിലൊക്കെ ജോലി ചെയ്തതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചൊന്നും ആരോടും പറയാൻ നിൽക്കില്ല. പക്ഷെ ഒരാളെ എൻ്റെ നെഞ്ഞത്ത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് എടാ നീ മറ്റവനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യാം, പറയേണ്ടി വരികയാണ്. ഞാൻ ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ അങ്ങേക്ക് വരെ പറയേണ്ടി വന്നു. അതെ, ഇതിൻ്റെ പേരിൽ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ മലബാറിൽ നിങ്ങൾ എത്രയോ ചേക്കുട്ടിമാരുണ്ട്, ചേക്കുട്ടിമാരുണ്ട് കേട്ടോ. മലബാർ കലാപത്തിൽ കഴുത്ത് വെട്ടപ്പെട്ട ഒരു ജഗന്നാഥിന്റെ പേര് ചേക്കുട്ടി. അയാളെ കഴുത്ത് ഒത്തിച്ചിട്ട് വാര്യകുന്നത്ത് ഇങ്ങനെ ജാഥ നടത്തിയിട്ടുണ്ട്. അയാൾ പോലീസ്. തേജസ്സിൽ ജോലി ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ സ്ഥലത്ത് മാധ്യമത്തിൽ ജോലി ചെയ്തു, തേജസ്സിൽ ജോലി ചെയ്തു, ഇന്ത്യൻ എസ്എസ്സിൽ ജോലി ചെയ്തു, പിന്നെ കൈരളിയിൽ ജോലി ചെയ്തു, പല സ്ഥലത്തും ജോലി ചെയ്തു. ഈ ജോലികളിൽ ഞാൻ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ജനവിരുദ്ധമോ സാമൂഹിക വിരുദ്ധമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാലോ. ഞാൻ ഹിന്ദുവാണ് എന്നല്ല അങ്ങ് പറഞ്ഞത്. ഞങ്ങൾ ആരും ഹിന്ദു എന്ന് പറയാറില്ല. എന്ന് കാരണം വെച്ചാൽ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകളാരും ഹിന്ദു എന്ന് ഇപ്പോഴും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഹിന്ദുവൈസേഷൻ ഉണ്ട്. കമ്മ്യൂണലായിട്ടുള്ള പൊളിറ്റിക്സ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കമ്മ്യൂണൽ ഫോഴ്സസിന് മാത്രമാണ് ശക്തി കിട്ടുക. അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കമ്മ്യൂണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RSSും സംഘപരിവാറുമാണ്. CPM എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. പ്രശസ്ത എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ NP ചെക്കുട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാർ സ്വാഗതം. നമ്മൾ സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇരുത്തം ഇരിക്കേണ്ടി വരുന്നത്. പ്രധാനമായിട്ടും ഈ അടുത്ത് ഒരു ചാനൽ ചർച്ചയിൽ അങ്ങേ ഒരു CPMൻ്റെ പ്രതിനിധി അഭിസംബോധന ചെയ്തത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുണ്ടായി. അപ്പോൾ ആരാണ് ചെക്കുട്ടി എന്ന് എല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പല ആളുകളും അന്വേഷിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ കേരളം എത്തിപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണത് കണ്ടത്. നമ്മൾ ആരാണ് ചെക്കുട്ടി എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസത്തെ ഈ ചാനൽ ചർച്ച ഞാൻ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ തരത്തിലുള്ള വംശീയ സ്വഭാവമുള്ള കുത്തലുകൾ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അന്ന് ആങ്കർ വളരെ ശക്തമായിട്ട് ശക്തിയോടുകൂടി പിന്നെ അതൊരു വിഷയമായി മാത്രം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ മലബാറിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളെക്കുറിച്ചൊന്നും കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് അവർക്ക് ഒരു അറിവുമില്ല. മലബാർ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഏതോ ഒരു ഓണങ്കേറാമൂലയാണെന്ന് വിചാരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഇന്നും ഉണ്ട് എന്ന് ഞാൻ സത്യത്തിൽ വളരെ ഞെട്ടലോടുകൂടിയാണ് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ എൻ്റെ പേര് എനിക്കിപ്പോൾ 67 വയസ്സായി. ഞാൻ ഏതാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഓമശ്ശേരി എന്ന് പറയുന്നൊരു പഞ്ചായത്തിലാണ്. ഓമശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട രാഹുൽ ഗാന്ധി ഒക്കെ മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽപ്പെട്ടതാണ് ഞങ്ങളുടെ ഓമശ്ശേരി. അന്ന് മുതൽ ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഓമശ്ശേരിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ച കൊടുവള്ളിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 75-ലാണ് ഞാൻ ഹൈസ്കൂളിൽ നിന്ന് പിന്നെ കോളേജിലേക്ക് വരുന്നത്. ആ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് SFIയുടെ പ്രവർത്തകനായി 8ാം ക്ലാസ് മുതൽ ഞാൻ SFI പ്രവർത്തകനായിരുന്നു. അന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് MSFൻ്റെ ഒരു കോട്ടയാണത്. ഈ കൊടുവള്ളി എന്നൊക്കെ പറഞ്ഞാൽ MSFൻ്റെ കോട്ടയാണ്. അപ്പോൾ MSF അല്ലാത്ത പ്രസ്ഥാനങ്ങൾക്കൊന്നും ഹൈസ്കൂളിൽ വലിയ സ്പേസ് ഒന്നുമില്ല. പക്ഷേ SFI അത് വളരെ ശക്തിയായിട്ട് അവിടെ പ്രവർത്തിച്ചു. ഞാൻ അവിടെ സ്പീക്കറൊക്കെ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. MSFകാരായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു സ്കൂൾ മാസി ഇറക്കിയിട്ടുണ്ട്. അവർ അന്നത്തെ ആളുകൾക്ക് ഇപ്പോൾ എന്നോട് സ്നേഹമാണ്. BT റഹീമായിരുന്നു അന്ന് ഞങ്ങളുടെ MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയൊക്കെ നേതാവ്. റഹീമിൻ ഞങ്ങൾക്ക് ഈ മാസികയ്ക്ക് പരസ്യം പിടിച്ചു തരാൻ ഒരു തവണ ഒരു കത്തുമായിട്ട് മാവൂർ ഗോളിയറിയോൺസിലേക്ക് അയച്ചു. അപ്പം മാവൂർ ഗോളിയറിയോൺസ് ഞാൻ പോയി കണ്ട ആൾ അന്നത്തെ ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് ET മുഹമ്മദ് ബഷീർ. അങ്ങനെ ഒരു പഴയ ഓർമ്മകൾ ഒരുപാടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പിന്നെ ശേഷം ഞാൻ പത്രപ്രവർത്തകനായി, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അപ്പോൾ 75-ൽ അടിയന്തരാവസ്ഥയുള്ള സമയത്താണ് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ വരുന്നത്. അത് ഒരു രസകരമായിട്ടൊരു സംഭവമാണ്. അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം ചെയ്തു SFIക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് പ്രധാനമായിട്ട് സമരരംഗത്തുണ്ടായിരുന്നത്. അപ്പം പിന്നെ വിദ്യാർത്ഥി ജനത പോലുള്ള ആളുകളും.
അപ്പോൾ ആ സമയത്ത് ജൂണിലോ ജൂലൈയിലോ ആണ് SFIയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതൊരു രഹസ്യമായ മട്ടിലാണ് നടത്തിയത്. ഈ കീളുവെട്ടൻ നമ്മുടെ CH കണാരൻ മന്ദിരം ഉണ്ടല്ലോ ക്രിസ്ത്യൻ കോളേജിൻ്റെ പിന്നിൽ. ഞാൻ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ കോളേജിൻ്റെ പിന്നിൽ ഒരു പന്തലിട്ടിട്ട് ആണ് ഒരു 100-100ഓളം വിദ്യാർത്ഥികൾ ആണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്, ജില്ലാ സമ്മേളനം. അപ്പോൾ ഞാൻ കൊടുവള്ളി മുതൽ SFIയിൽ ഉള്ളതുകൊണ്ട് ഞാനും അപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ AK ബാലനാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. AK ബാലൻ അന്ന് ഇവിടെ ലോ കോളേജിൽ വന്ന് ചേർന്ന സമയമാണ്. AK ബാലിൻ്റെ കൂടെയാണ് ആദ്യകാലത്ത് ഞാൻ SFI പ്രവർത്തനത്തിൽ. ലോ കോളേജിൽ ABPയുമായിട്ട് സഖ്യം ഉണ്ടായിന്നൊക്കെ ഈ അടുത്ത് പറഞ്ഞു. അത് 77-ഒക്കെയാണ്, 77 അങ്ങാണ്ട്. പിന്നെ ജനസംഘവുമായിട്ടുള്ള വിദ്യാർത്ഥി ജനതയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഗതികളുണ്ട്. 77 തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് നിന്ന ശക്തികളൊക്കെ ഒന്നിച്ചാണത്. അത് SFI മാത്രമല്ല, യഥാർത്ഥത്തിൽ മറ്റേ ആ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഐക്യമുന്നണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കാരണം ഞാനടക്കം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 77 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് എന്നെ പോലീസ്, ഞാനൊരു CH കണാരൻ മന്ദിരത്തിലേക്ക് ചെല്ലും, തുപ്രേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് സെക്രട്ടറി. ഞാൻ എല്ലാ ദിവസവും പാർട്ടി ഓഫീസിൽ കയറിയിട്ടാണ് കോളേജിലേക്ക് പോണത്. അപ്പോൾ തുപ്രേട്ടനുണ്ട് എന്നോട്, നിന്നെ പിന്നെ വെസ്റ്റിൽ SP ഓഫീസല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല, പിന്നെ ഉടനടി അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ എന്ത് കാര്യത്തിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൽ? അപ്പോൾ എന്നോട് തുപ്രേട്ടൻ പറഞ്ഞു, വേഗം പോയിക്കോ, അല്ലെങ്കിൽ ഇത് പ്രശ്നമാകും, പോലീസാണ്, അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസയും തന്നു. അങ്ങനെ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വെസ്റ്റിൽ മൈതാനത്തിൻ്റെ സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ്. ഒരു പ്രത്യേകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ കേന്ദ്രമാണ്. അവിടെ ചെന്ന് നോക്കി ഞങ്ങളുടെ നാട്ടിലെ CPMകാരൊക്കെ ഉണ്ട്. OK ഭാസ്കറുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട്. അത് OK ഭാസ്കറിൻ്റെ സഹോദരൻ ഒരാൾ എൻ്റെ ക്ലാസ്സിൽ സുധാകരൻ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോ എഴുതി കൊടുത്തതാണ്, ഇവർ നക്സലൈറ്റ് ക്യാമ്പ് നടത്തുന്നു, നക്സലൈറ്റ് പ്രചാരവേല നടത്തുന്നു. സംഗതി ദേശാഭിമാനി സ്റ്റഡി സർക്കിളിലെ ചില മീറ്റിങ്ങുകൾ അവിടെ നടക്കാറുണ്ട്, ചില ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ഞാനാണ് ചർച്ചകൾ അധിക സമയവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോലീസ് പിടിച്ച് ചർച്ച ചെയ്തു. വൈകുന്നേരം വരെ ചോദ്യം ചെയ്തു. അവർ നക്സലൈറ്റൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിട്ടയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ആ കാലത്തുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വിഷമായിരുന്നു. ഇപ്പം ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. 77 സ്റ്റേറ്റ് കമ്മിറ്റിയിലെത്തി. 77 77 ശേഷം പിന്നെ ഞാൻ 78-79 കാലത്ത് ഞാൻ ഇവിടെ ക്രിസ്ത്യൻ കോളേജിൽ 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് തിരഞ്ഞെടുക്കപ്പെടാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ യൂണിയൻ ചെയർമാനാവില്ല, അല്ല, അതിന് തൊട്ട വർഷം, ആദ്യത്തെ വർഷം, ഇലക്ഷൻ കഴിഞ്ഞ ആദ്യത്തെ വർഷം 77 പിന്നെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് അവിടെ ആരുമില്ല. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഏതാണ്ട് 70% പെൺകുട്ടികളാണ്. SFI എന്ന സംഘടന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ TP കുഞ്ഞിക്കണ്ണനല്ലോ, ഇപ്പോൾ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ, പുള്ളിയൊക്കെ അവിടെയുണ്ട്. പിന്നെ ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചു. പുള്ളി പിന്നെ PSMO കോളേജിലായിരുന്നു, പുള്ളിയുണ്ട് നേതാവായിട്ട്. പിന്നെ നമ്മുടെ ഒരു രാംകുമാർ ഉണ്ടായിരുന്നു, നമ്മളെ നന്ദനം സിനിമയൊക്കെ എടുത്ത ഇയാളല്ലേ, എന്താ മറ്റേ സിനിമാ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഈ രാംകുമാർ, അഡ്വക്കേറ്റ് രാംകുമാർ. പുള്ളി എറണാകുളത്ത് വക്കീലാണ്. അവരൊക്കെയാണ് SFIക്കാരായിട്ടുള്ളത്, ഞാനും ഉണ്ട് അതിന്. അപ്പം അങ്ങനെ എനിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടി, ഞാൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ പിറ്റത്തെ വർഷം അതേമാതിരി പിന്നെ ചെയർമാനായിട്ട് നിന്നു. ചെയർമാനായിട്ട് ഞാൻ മത്സരിച്ച് ജയിച്ചു. പിന്നെ മൂന്നാമത്തെ വർഷം വീണ്ടും ഈ കൗൺസിലറായിട്ട് നിന്നു. മൂന്നാമത്തെ വർഷം കൗൺസിലറായിട്ട് ജയിച്ചു, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. ഇതാണ് എൻ്റെ സംഘടനാപരമായ പ്രവർത്തനം. അതായത് ഞാൻ MAക്ക് ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിക്കൊണ്ടാണ് MAക്ക് അവിടെ ചെല്ലുന്നത്. പക്ഷേ പിന്നീട് MA കംപ്ലീറ്റ് പൂർത്തിയാക്കി. പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ എന്താ പറയുക, ദേശാഭിമാനിയിൽ ചേരുന്നതിന് മുമ്പ് കുറച്ച് കാലം വടകരയിൽ പാരലൽ കോളേജ് മാഷായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു കുറേ കാലം. അപ്പോഴാണ് ദേശാഭിമാനിയിൽ നിന്ന് വിളിച്ചത്, പിന്നെ നിങ്ങൾ ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞു. നേരിട്ട് വിളിച്ചതാണ്. അവിടെ അബ്ദുറഹിമാൻ എന്നാണ്, CM അബ്ദുറഹിമാൻ എന്ന് ഒരു അറിയപ്പെടുന്നൊരു ന്യൂസ് എഡിറ്ററാണ്. ഞാൻ അതിന് മുമ്പ് 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ പോവുകയും അവിടെ ലേഖനങ്ങളൊക്കെ കൊടുക്കുകയും കവിതകളും കൊടുക്കുകയൊക്കെ ഉണ്ട്. സിദ്ധാർത്ഥം പരുത്തിക്കാട്, അങ്ങനെയൊക്കെ MN കുറുപ്പ്, അവരൊക്കെ എഴുതുന്നുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ പോകണം. ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ നേതാവായിരുന്നു ഞാൻ. ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ മലബാർ പ്രദേശത്തുള്ള നേതാവായിരുന്നു. സുശീല ഗോപാലനായിരുന്നു അതിൻ്റെ ചാർജ്. അങ്ങനെ SFIയുടെ കൂടെ ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാം, ഞാൻ സ്ഥിരമായിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. ടെസ്റ്റ് എഴുതി. ടെസ്റ്റിൽ ആക്ച്വലി വേറെ ആരും സെലക്ട് ചെയ്ത് എനിക്കറിയില്ല, എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് പോകാൻ വലിയ താല്പര്യമായി. കാരണം എനിക്ക് ക്ലാസ് എടുക്കാൻ വടകര ക്ലാസ് എടുക്കണം, ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ കേളിലോട്ട് വന്നു ഒരു ദിവസം പറഞ്ഞു, ജോയിൻ ചെയ്യണം, കുറേ വൈകി, നിങ്ങളിങ്ങനെ ഇത്രയും വൈകി. അങ്ങനെ പോയി ജോയിൻ ചെയ്തു. 2 കൊല്ലം ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു. പിന്നെ നോക്കുമ്പം എനിക്ക് അത്ര സുഖം തോന്നിയില്ല.
ഞാൻ പാലക്കാട്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് നമ്മൾ കോഴിക്കോട് സിറ്റിയിലിരുന്ന് വർക്ക് ചെയ്താൽ ഇതൊരു പ്രദേശം മുഴുവൻ ഒരു ജില്ല മുഴുവൻ ഓടിപ്പാഞ്ഞ് പണിയെടുക്കണം. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ അതിൻ്റെ മുമ്പ് വേറൊരു കാര്യത്തിന് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ വിളിച്ചു, അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതാ വേറൊരു സംഭവം. എസ് കെ അനന്തരാമൻ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ എഡിറ്ററായിരുന്നു, റെസിഡൻറ്റ് എഡിറ്റർ. പുള്ളി പുലിയാണ്. എന്നുവെച്ചാൽ 57 EMS സർക്കാർ വന്നപ്പം സർക്കാരിനെതിരായിട്ട് പിന്നെ ഒരു വലിയ കരുത്തനായ പത്രാധിപരെ കൊണ്ടുവന്നതാണ് ഗോയങ്ക തിരുവനന്തപുരത്ത് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് അനന്തരാമൻ വരുന്നത്. പിന്നെ അദ്ദേഹം കൊച്ചിയിൽ എഡിഷൻ വന്നപ്പോൾ അവിടെ എഡിറ്ററായി. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ ഞാനാണ് ദേശാഭിമാനി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, അറിയോ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു കമ്മ്യൂണിസത്തോടൊക്കെ എനിക്ക് അനുഭവമുണ്ട്, ദേശാഭിമാനിലൊക്കെ ജോലി ചെയ്തതാണ്. നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പിന്നെ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കാര്യം. അത് മലയാളത്തിലെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങളെ ട്രെയിനി ആയിട്ട് എടുക്കുള്ളൂ. പിന്നെ നിങ്ങളെ കേരളത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്യില്ല, കേരളത്തിന് പുറത്ത് എങ്ങനെയൊക്കെ ഒന്ന് ഇവിടുന്ന് വിട്ടാൽ മതി. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ ഹൈദരാബാദ് പോയി ജോയിൻ ചെയ്തു. 2 കൊല്ലം അവിടെ കഴിഞ്ഞു. അപ്പോൾ 87 ഇലക്ഷൻ വന്നു. 87 ഇലക്ഷൻ വന്നു. മലബാർ കവർ ചെയ്യാൻ അവർക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. എൻ്റയർ മലബാർ റീജിയനിലേക്ക് ഒരു കോഴിക്കോട് റിപ്പോർട്ടറേ ഉള്ളൂ. അപ്പോൾ ഉടനടി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാനിവിടെ വന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉടനടി കാസർഗോഡ് മുതൽ ഇങ്ങനെ പ്രദേശമൊക്കെ അങ്ങനെ മലബാർ മുഴുവൻ കവർ ചെയ്തിട്ട് വീണ്ടും ഡെസ്കിൽ പോയി. അത് 87 മുതൽ ഏതാണ്ട് 2000 വരെ ഞാൻ സത്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ കേരളത്തിൽ വർക്ക് ചെയ്തു. 85 മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 15 കൊല്ലക്കാലം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ പേര് ഒരു കൗതുകമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യം, അതിൻ്റെ ഒരു പേരിൽ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ മലബാറിൽ നിങ്ങൾ എത്രയോ ചേക്കുട്ടിമാരുണ്ട്, ചേക്കുട്ടിമാരുണ്ട് കേട്ടോ. മലബാർ കലാപത്തിൽ കഴുത്ത് വെട്ടപ്പെട്ട ഒരു ചങ്ങാതിൻ്റെ പേര് ചേക്കുട്ടി. അയാളെ കഴുത്ത് കൊത്തിച്ചിട്ട് വാര്യംകുന്നത്ത് ഇങ്ങനെ ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ പോലീസായിരുന്നു, അയാൾ മുസ്ലിമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചെക്കുട്ടി എന്ന് പറഞ്ഞാൽ ജഗ്ഗു ജഗന്നാഥൻ്റെ കുട്ടിയാണ് ജഗ്ഗുട്ടി. അതാണ് അതിൻ്റെ. മറ്റത് സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മലബാറിലെ പല മുസ്ലിം കുടുംബങ്ങളും യഥാർത്ഥത്തിൽ ഈ ദളിത് കമ്മ്യൂണിറ്റി എന്നോ ഈഴവ തീയ കമ്മ്യൂണിറ്റി എന്നോ വന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിപ്പം ഇസ്ലാമായി എന്ന് വിചാരിച്ച് ഓരോ പഴയ പേരും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജഗ്ഗു പോയിട്ട് അവിടെ പോയി ഷെയ്ഖിൻ്റെ കുട്ടിയായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യത്യാസം. ചേക്കുട്ടി എന്ന് പറഞ്ഞവരും ചെക്കുട്ടി എന്ന് നമ്മളും പറയുന്നതിന് കാരണം ജഗ്ഗുവിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ചേക്കുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അതങ്ങനെ ഒരു ചെറിയ അക്ഷരത്തിൻ്റെ വ്യത്യാസം. പക്ഷേ ഇത് ഒരു മലബാറിലൊരു പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാണ്. മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഇൻറ്റീരിയർ പ്രദേശം, ഈ തീരപ്രദേശ അറബികളുടെ ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതാണ് തീരപ്രദേശ മുസ്ലിങ്ങൾ. പക്ഷേ ഇൻറ്റീരിയർ മുസ്ലിംസിന് ഒരു വലിയ പങ്ക് ഇവിടെയുള്ള ഈ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നെ ഈ സ്കോളേഴ്സൊക്കെ ഉണ്ടല്ലോ, തങ്ങന്മാരവരൊക്കെ, അവരുടെയൊക്കെ സ്വാധീനത്തിൽ ഇതിലേക്ക് വന്ന ആളുകളാണ്. ഈ വന്ന ആളുകൾ ഒരു വലിയ പങ്ക് ഇവിടെയുള്ള പിന്നോക്ക സമുദായക്കാരായ അയിത്ത ജാതിക്കാരായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കുടുംബത്തും പലരും അങ്ങോട്ട് പോയി പിന്നെ ഇസ്ലാമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേരുകൾ, രീതികൾ, ആചാരങ്ങൾ, അതിലൊക്കെ ഒരുപാട് എന്താ പറയുക യൂണിറ്റി ഉണ്ട്, ഒരു അടുപ്പമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിന് അടുത്തുള്ളത് മുസ്ലിം കുടുംബങ്ങളാണ്, പക്ഷെ അവരും ഞങ്ങളും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പേരിലുള്ള വ്യത്യാസം ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഞങ്ങളെയും തിരിച്ചറിയും, ഞങ്ങൾക്ക് മുസ്ലിങ്ങളെയും തിരിച്ചറിയും. പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് ഇതെന്തോ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നുള്ളതാണ്. മലബാറിനെ കുറിച്ച് അറിയില്ല, മലബാറിൻ്റെ ചരിത്രം അറിയില്ല, മലബാർ എന്തുകൊണ്ട് മലബാറായി എന്നറിയില്ല. അതുകൊണ്ടാണ് മലബാറിൽ വരുന്ന സമയത്ത് ചിലർക്ക് ഛർദ്ദിക്കാൻ വരുന്നതും ശ്വാസം മുട്ടുന്നതും ഒക്കെ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ സവിശേഷത അറിയാത്തതുകൊണ്ടാണ്. അങ്ങ് ചെയ്തൊരു വലിയ അബദ്ധമായിട്ട് പിന്നെ CPM പറയുന്നത് തേജസിൻ്റെ എഡിറ്ററായി എന്നുള്ളത്. അതായത് ഞാൻ ചെയ്തതോ? അതായത് നിങ്ങളെ മുസ്ലിം തീവ്രവാദത്തിന്റെ പ്രതിനിധി എന്ന് വിളിക്കാൻ തേജസ്സിൽ ഞാൻ ജമായത്തിന്റെ പത്രത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ ഇപ്പോൾ കളകൂട വിഷയത്തിൽ വർക്ക് ചെയ്തവരൊക്കെ തീവ്രവാദികൾ, മറ്റേത് കളകൂട വിഷയമാണ്. സത്യത്തിൽ എൻ്റെ കഥ അറിയാം നിങ്ങൾക്ക്. ഞാൻ 85 മുതൽ 2000 വരെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തു. അപ്പം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഒന്നാമത് ഞാൻ ഈ കേരളത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീഷിൽ പിന്നെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം മാത്രമല്ല എനിക്ക് ആ സമയത്ത് ഒരു തോന്നലുണ്ടായിരുന്നു, പ്രാദേശിക ഭാഷകൾ വികസിച്ച് വരികയാണ്, പ്രാദേശിക ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരാഗ്രഹമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ കൈരളി TV എന്ന് പറയുന്ന സാധനം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് ഡിവിഷനിലേക്ക് ആളെ അന്വേഷിച്ച് എടുക്കുക. അവർ പലരെയൊക്കെ ചർച്ച ചെയ്തു, വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്നു. പലരും വെങ്കടേഷ് രാമകൃഷ്ണൻ അവിടെ ചർച്ചയ്ക്ക് പോയിരുന്നു. പിന്നെ നമ്മൾ CL തോമസ്
അവിടെ ചർച്ച ചെയ്തിട്ടൊക്കെ പലരായിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരാളെ പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇൻഡസ്ട്രീസിലിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ അവരുടെ പാർട്ടി ഓഫീസിൽ വന്നു. 2000 ഏപ്രിലോ അങ്ങനെ ഏതോ സമയത്താണ് വന്നത്. അപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ദേശാമായിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പഴയ സഖാവുണ്ട്, സുഹൃത്തുണ്ട്, മോഹൻദാസ് എന്നെ വിളിച്ചിരുന്നു. പുള്ളി ഇവിടെ ദേശാമായിലായിരുന്നു. നിങ്ങളൊന്ന് കാണണമെന്ന് പിണറായി ആവശ്യപ്പെട്ടു. ഞാൻ ശരി ചെല്ലാമെന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു, സംസാരിച്ച് പുള്ളിയോട് സംസാരിച്ചു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിച്ചോളൂ ഇത് കൈരളി ടി വിയിൽ. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇങ്ങനെ NSSൽ കഴിഞ്ഞ് കൂടുകയാണ്, കുഴപ്പമില്ല ഇവിടെ. അത് കഴിഞ്ഞ് വേറെ പലരും എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ അത് പിന്നെ എടുക്കണം, കാരണം പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്, പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജിയസ് ആണ്. പിന്നെ എന്താ വെച്ചാൽ ഒരു വലിയൊരു ജനാധിപത്യ സ്പേസ് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ രൂപത്തിൽ നിന്ന് മാറണം, ഒരു പൊളിറ്റിക്കൽ സ്പേസ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിലൊരു വേണം. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്നാൽ നല്ലതാണ് എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടു. ശരി, ഞാൻ പുള്ളിയോട് സംസാരിച്ചു. ഞാൻ ട്രിവാൻഡ്രത്ത് പോയി പുള്ളിയെ കണ്ടു, AK സെൻറ്ററിൽ പോയി ആണ് കണ്ടത്. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പിന്നെ അപ്പോൾ സിദ്ധാർത്ഥ മേനോനാണ് അതിൻ്റെ അപ്പോഴത്തെ സിദ്ധാർത്ഥ മേനോൻ പുറത്ത് പോയി ഒരാളെ തിരിച്ചു വിളിപ്പിച്ചു, എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ. പുള്ളി പറഞ്ഞു നിങ്ങൾ ആ ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്യണം, അതിൻ്റെ ചീഫായിട്ട് നിങ്ങൾ നിൽക്കണം, അതിൻ്റെ ചുമതലക്കാരനായിട്ട് നിങ്ങൾ നിൽക്കണം. ശരി, ഞാൻ നേരെ പോയിട്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും അവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല. ആക്ച്വലി ഓഗസ്റ്റ് 17 ചാനൽ തുടങ്ങേണ്ടതാണ്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് മെയ് എൻഡിൽ ഒരു ദിവസമാണ്. അപ്പോൾ ജൂൺ 1 ഞാൻ ജോയിൻ ചെയ്യാൻ ഏറ്റുണ്ട്. പക്ഷേ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 2.5 മാസം കൊണ്ടൊരു ചാനൽ സെറ്റപ്പ് ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യും, ഞാൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഇരുന്നിട്ട് ചാനലിൻ്റെ ഓഫീസിൽ പോയി ഇരുന്നിട്ട് ഒരു വലിയ ഫയൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തു, ആർക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻ്റർവ്യൂവിന് ആളുകളെ ഫിക്സ് ചെയ്തു. ഞാൻ നാട്ടിൽ വന്ന് ഇവിടുന്ന് ഇന്ത്യൻ എക്സ്പ്രസ് രാജിവെച്ചിട്ട് വീണ്ടും തിരിച്ചവിടെ പോകുന്നത്. ശരി. അപ്പം 2.5 മാസമേ ഉള്ളൂ. ഈ 2.5 മാസം കൊണ്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണം, ആളുകളെ ട്രെയിൻ ചെയ്യണം, ആളുകളെ കണ്ടെത്തണം, ഒരുപാട് പണികളുണ്ട്. ഇതാണ് ഇപ്പോൾ അധികവും പ്രിൻ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. പ്രിൻറ്റിന് വരുന്ന ആളുകൾ, ഞാനും പ്രിൻ്റ് എന്നുള്ള ആളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സാങ്കേതിക വിദ്യ, ക്യാമറ ഏതാണ്, ക്യാമറയുടെ സ്വഭാവം എന്താണ്, ഏത് തരം ഡിജിറ്റൽ ക്യാമറയാണ് അന്ന് വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ട്രെയിനിങ്ങിന് ഒരു ക്യാമ്പ് അവിടെ വെച്ചു. ഒരു ക്യാമ്പ് ട്രിവാൻഡ്രത്ത് തന്നെ വെച്ചു. ശശികുമാർ കുറച്ച് ദിവസം വന്നു. പിന്നെ പുള്ളി കുറച്ച് എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും ശരി, ബൈജു ചന്ദ്രനെ നമ്മൾ വിളിച്ചു. ദൂരദർശനുണ്ടായി ബൈജുവിനെ വിളിച്ചു വരുത്തി. ബൈജുവിനെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു ട്രെയിനറായിട്ട് പുള്ളിയെ അതിൻ്റെ ഒരു ആളായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് 2 മാസം കൊണ്ട് ഈ ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്ത് ആളുകൾക്കൊക്കെ ബ്യൂറോസൊക്കെ സെറ്റപ്പ് ചെയ്തു. ഓരോ സ്ഥലത്തേക്ക് ആളയച്ചു. ഡെസ്ക് ആ സമയത്താണ് അന്ന് മദ്രാസിലും അതിൻ്റെ മുമ്പ് സിംഗപ്പൂരും ഒക്കെയാണ് ഈ അപ്ലിങ്കിങ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് VSNL കൊച്ചിയിലെ VSNL ഈ അപ്ലിങ്കിങ് സൗകര്യമുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ അത് ചെയ്യാം, പക്ഷേ അതിന് സ്റ്റുഡിയോ അവിടെ തന്നെ വേണം. അതിനൊരു സ്ഥലം അവിടെ കിട്ടി. അവിടെ തന്നെ സ്റ്റുഡിയോ വെച്ചു. ഇപ്പുറത്ത് നമ്മൾ ഡെസ്ക് ഉണ്ടാക്കി. ഞാൻ അവിടെ ചെല്ലുന്നത് ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പാണ്. ഈ എന്നുവെച്ചാൽ ആഗസ്റ്റ് 17 ഒരു മാസത്തിന് ഇടയിലാണ് നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നത്, ടേക്കപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ വർക്ക്. എത്ര കാലം കൈരളിയിലുണ്ടായിരുന്നു? അപ്പം വളരെ പാടുപെട്ടിട്ടാണ് ഈ 2.5 മാസം കൊണ്ട്. അതങ്ങ് ഭാഗ്യം കൊണ്ടാണ് ന്യൂസ് അങ്ങ് ചാലുവായത്. എന്തായാലും ശരി, ആദ്യകാലത്ത് കുറേ സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടൊരു ടീമായത് കേട്ടോ. എനിക്ക് ഇപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ, അതിൻ്റെ ഒരു ആത്മാർത്ഥത, രാപ്പകലില്ലാതെ ആ കഠിനമായ അധ്വാനം, എൻ്റെ എല്ലാ കൊളീഗ്സിനും ഞാൻ എപ്പോഴും ഓർക്കലുണ്ട്. അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ചാനലൊക്കെ നന്നായി വന്നാൽ ഈ കാട് വീടാകുമ്പോൾ ആശാരി പുറത്തുനിന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 3 കൊല്ലമൊക്കെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് പിന്നെ ന്യൂസിൻ്റെ തലപ്പത്ത് വരാൻ താല്പര്യമുള്ള വേറെ ആളുകൾ ഉണ്ടായത്. അവരതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ CPMൻ്റെ തീരുമാനം വന്നു. എന്താ തീരുമാനം? ഒരു മനോരമയിലാണ് ഞാനത് വായിച്ചത്. ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തുള്ള ആളെ ദുബായിലെ റിപ്പോർട്ടറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. CEO ആയിരുന്ന ഒരു സുരേഷ് നാരായണനെ പിടിച്ച് എന്തോ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് പുറത്താക്കിയിട്ടുണ്ട്. ഇത് CPMൻ്റെ സെക്രട്ടേറിയറ്റ് തീരുമാനം മനോരമ പാത്രത്തിൽ വന്നതാണ് ഞാനറിഞ്ഞത്. അപ്പോൾ ഞാനതിൻ്റെ ചുമതലക്കാരൻ മമ്മൂട്ടിയാണ് ചെയർമാൻ. അയാൾ വിളിച്ച് പുള്ളിക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ തോമസ് ഐസക്ക് ആണ് ഇതിൻ്റെ പാർട്ടിയുടെ ചുമതലക്കാരൻ. തോമസ് ഐസക്ക് ഞാൻ SFI കാലം മുതലേ അടുത്ത ബന്ധമുള്ള ആളാണ്. ബേബിക്കാണ് വേറൊരു ചുമതല. ബേബി ഞങ്ങളുടെ നേതാവായിരുന്നു. അപ്പോൾ പക്ഷേ ബേബിയെ തിരക്കുള്ള ആളാണ്. ബേബി എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല ബേബി അപ്പോൾ ഈ ചുമതല ഒഴിഞ്ഞു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ഈ കൈരളി TV ചാർജിൽ നിന്ന് ഒഴിഞ്ഞു. അപ്പോൾ തോമസ് ഐസക്കാണ് അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഐസക്ക് അന്ന് എറണാകുളത്ത് വരുന്നുണ്ട്. ഞാൻ അയാളെ വിളിച്ചു.
ഞാൻ ഐസക്കിനോട് പറഞ്ഞു, ഐസക്ക് ഇങ്ങനെ മനോരമയിലൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളിത് കാണണമല്ലോ. ആ വന്നുള്ളൂ. അപ്പം ഞാൻ പുള്ളിയെ പോയി കണ്ടു. അല്ലേ, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഇപ്പോഴും സൗഹൃദത്തിനും കുറവില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ മനോരമയിൽ ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞു അതൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ ഞാൻ നിങ്ങളുടെ ഡയറക്ടർ ബോർഡിലുള്ള ആളാണ്, ഞാൻ നിങ്ങളെ 75-77 മുതൽ അറിയും. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഒഴിവാകേണ്ടി വരും എന്നൊരു സൂചന നിങ്ങൾക്ക് എനിക്ക് തന്നൂടായിരുന്നു. അതല്ലേ ഒരു മര്യാദ. നമ്മൾ കൊളീഗ് ഒരുത്തരം ഇവിടുന്ന് ദുബായിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യുക? ഞാൻ ചോദിച്ചു, ഞാൻ ദുബായിൽ എന്ത് ചെയ്യാൻ? ഞാൻ ഏതാണ്ട് 10-25 കൊല്ലമായിട്ട് ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടറാണ്. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ റിപ്പോർട്ടറായിട്ടാണ് ഞാൻ ഇന്ത്യൻ എസ് വിട്ട് രാജിവെച്ച് ഇതിനകത്ത് ചേരുന്നത്. പുറത്തിയാടിക്കാൻ ശ്രമിച്ചു. അല്ല, പുകയ്ക്കുന്നതിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ദുബായിൽ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, ദുബായിൽ ഏത് ഷെയ്ഖിൻ്റെ പിന്നെ കല്യാണത്തിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമത്? അപ്പം ഞാൻ പറഞ്ഞു, അവിടെ പിന്നെ മലയാളികളുടെ ഓണാഘോഷവും അതുപോലെ കണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോകണോ? അതിന് നിങ്ങൾ അവിടെ ഒരു ലേഖനം വെച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പിന്നെ എന്നോടത് പറയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം മുമ്പേ അറിഞ്ഞാൽ എനിക്ക് പതുക്കെ ഈ നാണക്കേടില്ലാണ്ട് പുറത്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, ഡൽഹിയിൽ നിന്ന് ഇപ്പം ഡൽഹിയിലെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം, ഇവിടെ മാനേജിങ് ഡയറക്ടറും എഡിറ്ററും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. അവിടെ ബ്യൂറോയിൽ വേറെ ആരുമില്ല, ട്രെയിനീസേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോകാം. അങ്ങനെയാണല്ലോ മര്യാദ. ഡൽഹി പൊളിറ്റിക്കൽ സെൻ്ററാണ്. അവിടെ എനിക്ക് ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന നിലയ്ക്ക് നല്ല വർക്കുണ്ട്. അത് തന്നില്ല. ആ വിഷയം പിന്നെ ചർച്ചയില്ല. അപ്പോൾ ഞാൻ 2-3 മാസം നോക്കി, ഒരു രക്ഷയില്ല. 2 മാസം വെയിറ്റ് ചെയ്തിട്ടും അത് പിന്നെ രക്ഷയില്ല. ഞാൻ പതുക്കെ വിട്ടു, രാജിവെച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയാൽ പിന്നെ മുഖ്യധാരയിൽ ആരും നിങ്ങൾക്ക് അങ്ങനെ ജോലി തരൂല്ല. ഇന്ത്യൻ എസ് ആദ്യം അനന്തരാമൻ എന്നോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേരളത്തിൽ ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഹൈദരാബാദ് പോയിക്കോളാം. മണ്ടര ആയതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഇതേമാതിരി അതേ കൊടുക്കില്ല വീണ്ടും. സാധാരണ ഒരു തവണ ഒരു കുഴപ്പത്തിൽ ചാടിയാൽ രണ്ടാമത്തെ ചവിട ഒരാൾ ചാടും. ഞാൻ രണ്ടാമത്തെ ചവിടയും ചാടി. എന്തായാലും ശരി, ഡൽഹിയിൽ പിന്നെ എനിക്ക് കിട്ടിയില്ല, ദുബായിൽ ഞാൻ പോകാൻ തയ്യാറുണ്ടായില്ല. അപ്പം മാധ്യമക്കാരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഡൽഹിയിലൊരു വേക്കൻസി ഉണ്ട്, അവിടെയുള്ള നമ്മുടെ ലേഖകൻ ദുബായിലേക്ക് പോയിട്ടുണ്ട്, അപ്പം അവിടെ വേക്കൻസി ഉണ്ടെന്ന് താല്പര്യമുണ്ട്. ഞാൻ പറയും, എവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ജോലിയില്ല, 3 മാസമായിട്ടൊരു ജോലിയില്ല, വരുമാനം ഇല്ലാണ്ട് ഞാനെങ്ങനെ ജീവിക്കും? അപ്പം ഞാൻ വളരെ കഷ്ടത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ക്ലർക്കാണ് ആയിരുന്നു ആ സർക്കാർ ആ സമയത്ത്. 2 മക്കളുണ്ട്, ഒരു പഠിക്കുകയാണ്. അപ്പോൾ ഇറ്റുങ്ങളെ ജീവിച്ചു പോണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പിന്നെ അവരിൽ നിന്ന് കുറച്ചൊരു പൈസ അഡ്വാൻസ് മേടിച്ചിട്ട് അത് ഡിസംബർ എൻഡിൽ ഭയങ്കര തണുപ്പത്ത് ഞാൻ ആക്ച്വലി ഇപ്പോഴും എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, എനിക്കിത് ഡ്രസ്സില്ല, ഈ രോമക്കുപ്പായൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ കേരളത്തിൽ കുറേ കാലമായി വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മദറിലോൻ്റെ ഒരു രോമക്കുപ്പായ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്ത്രീകളുടെ രോമക്കുപ്പായ. അതൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ പോയി അവിടെ ചെന്ന് ഭോപ്പാലിൽ പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ വണ്ടി നിർത്തിയിട്ട്, എൻ്റെ ദൈവമേ തണുത്തിട്ട് ഇങ്ങനെ കോച്ച് വരത്തിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെയോ അവസാനം ഡൽഹിയിലെത്തി. അവരെനിക്ക് പിന്നെ റോഡിൽ നിന്ന് 2 അഡീഷണൽ ഡ്രസ്സൊക്കെ മേടിച്ച് തന്ന്. അവിടെയുള്ള മലയാളി സുഹൃത്തുക്കളാണ് ഈ യഥാർത്ഥത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയത്. കുറേ ആളുകൾ അവരുടെ റൂമിൽ കൊണ്ടുപോയി എനിക്ക് ഭക്ഷണം തന്നു, താമസിക്കുന്ന സ്ഥലം. മാധ്യമത്തിലേക്കാണ് പോകുന്നത്. മാധ്യമത്തിൻ്റെ 1.5 കൊല്ലം ഞാനുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇവിടെ പിന്നെ കോഴിക്കോട്ട് എൻ്റെ ഫാമിലി ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ എൻ്റെ വൈഫ് ഒറ്റയ്ക്ക്, കുട്ടികൾ ഒറ്റയ്ക്ക്. അപ്പോൾ ആ സമയത്താണ് അബൂബക്കർ, അന്ന് NDF-ൻ്റെ നേതാവ്. പുള്ളി എൻ്റെ അയൽവക്കത്താണ്. പുള്ളിയുടെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് ദൂരം. ആക്ച്വലി ഒരു കടയുണ്ടായിരുന്നു, അവരുടെ ഒരു റേഷൻ എന്താ പറയുക, മസാല കടയുണ്ടായിരുന്നു. പുള്ളിയുടെ അച്ഛൻ്റെ ബ്രദർ, അനിയൻ, പുള്ളി അവിടെ നിന്നാണ് ഞങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങിയത്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ള പരിചയമാണ്. അപ്പം പുള്ളിക്ക് എന്നെ അറിയാം, എൻ്റെ സീനിയറായിരുന്നു കൊരുമ്പൂർ സ്കൂളിൽ. പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു പത്രം തുടങ്ങുന്നുണ്ട്, നിങ്ങൾ വന്നാൽ നല്ലതാണ്, താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പം ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ട് വരാൻ എന്ന് വല്ല സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പൊളിറ്റിക്സൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പത്രത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ പൊളിറ്റിക്സ് ഞങ്ങൾ നോക്കണം, പത്രത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം എന്നെ സംബന്ധിച്ച് വാർത്തയാണ് എൻ്റെ ഏർപ്പാട്. പിന്നെ അവരുടെ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ അതിന് വേറെ ആൾക്കാരുണ്ട്. അവരെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ പ്രശ്നം, വാർത്തയുടെ കാര്യമാണ് എനിക്ക് വളരെ ക്ലിയറാണ്, അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, അത് നിയമപരമായിട്ട് അന്തസ്സായിട്ട് നടത്താൻ എനിക്ക് പറ്റും. അപ്പോൾ ഡൽഹിയിലത്തെ ഏതാണ്ടൊക്കെ ഒരു തുല്യമായ ശമ്പളവും തന്നു. അങ്ങനെ ഞാൻ അതിൽ ചേർന്നത്. അവിടെ പക്ഷേ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ 13 കൊല്ലം ഞാൻ സുഖമായിട്ട് അവിടെ ജോലി ചെയ്തു. പിന്നെ അത് പത്രം പൂട്ടിയപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തും ചെയ്തു. ഞാൻ ദേശാഭിമാനിയിലും പിന്നെ കൈരളിയിലും ജോലി ചെയ്ത ഒരാൾ
അതൊന്നും വിഷയമല്ല. തേജസ്സിൽ ജോലി ചെയ്താണ് എന്താ പ്രശ്നം ചെയ്യാൻ പരിഹരിക്കുന്നത്. പറ്റുക? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ സ്ഥലത്ത് മാധ്യമത്തിൽ ജോലി ചെയ്തു, തേജസ്സിൽ ജോലി ചെയ്തു, ഇന്ത്യനസസിൽ ജോലി ചെയ്തു, പിന്നെ കൈരളിയിൽ ജോലി ചെയ്തു, പല സ്ഥലത്തും ജോലി ചെയ്തു. ഈ ജോലികളിൽ ഞാൻ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ജനവിരുദ്ധമോ സാമൂഹിക വിരുദ്ധമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാലോ. അതാണ് എൻ്റെ നമ്മുടെ ജോലി എന്താണ്? എൻ്റെ ജോലി സാധാരണ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനം ഒരു ടെക്നിക്കൽ മാറ്റർ. ഒരുപാട് പത്രങ്ങളിലും അങ്ങനെ അതെ, പൊളിറ്റിക്കലി പത്രപ്രവർത്തനം ഒരു ടെക്നിക്കൽ ജോലിയാണ്. നിങ്ങൾ വാർത്തകൾ വരുന്നു, വാർത്തകൾ വിശകലനം ചെയ്യുന്നു, വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു, അതിന് പറ്റിയ ഒരു ടീമിനെ കൊണ്ടുവരുന്നു. അത് നാഷണൽ പിന്നെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നോക്കാൻ ഇവിടെ സർക്കാരുണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു പത്രത്തിൽ നിങ്ങൾക്ക് ഒളിച്ചൊന്നും കടത്താൻ കഴിയില്ല. ഇത് പരസ്യമായിട്ട് വെക്കുന്നൊരു സംഗതിയാണ്. പിന്നെ മുസ്ലിങ്ങൾ നടത്തുന്ന പത്രത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് വലിയ പ്രശ്നമാകുന്നതിൻ്റെ ന്യായം എനിക്കറിയില്ല. മുസ്ലിങ്ങൾ കടയിൽ പോയിട്ട് നിങ്ങൾ അരി വാങ്ങുന്നത് ഒരു പ്രശ്നമായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. പക്ഷെ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ പിന്നെ കടയിൽ പിന്നെ ശബരിമല മുണ്ട് വെക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് മുണ്ടിനൊന്നും ഒരു കുഴപ്പം, ആരും മുണ്ട് കൊടുക്കാതെ നടന്നിട്ടില്ല. മലപ്പുറത്തോട്ട് മുണ്ട് കിട്ടായിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എന്ന് പറയുക കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പക്ഷെ അത് മലബാറിലല്ല കേട്ടോ. മലബാറിൽ ആരും അങ്ങനെ പറയാൻ കേട്ടോ. ഇതിൽ ആ പ്രയോഗം വന്നപ്പോൾ അങ്ങയുടെ ഒരു പ്രതികരണം അത് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഞാൻ ഹിന്ദുവാണ് എന്നല്ല അങ്ങ് പറഞ്ഞത്. ഞങ്ങൾ ആരും ഹിന്ദു എന്ന് പറയാറില്ല. എന്ന് കാരണം വെച്ചാൽ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകളാരും ഹിന്ദു എന്ന് ഇപ്പോഴും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഹിന്ദുവൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലം അതുപോലെ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു അമ്പലങ്ങളിലൊന്നും പോണ ആളല്ല. പക്ഷേ അച്ഛൻ പോണ ഒരേ ഒരു അമ്പലം പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം. അച്ഛന് അതാണ്. അതെ, എൻ്റെ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മേൻ്റെ അമ്മയൊക്കെ അവരൊക്കെ എല്ലാ കാലത്തും വലിയ ഭക്തന്മാരാണ്. അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ശബരിമലയാണ്. ഒന്ന് എൻ്റെ അമ്മാവൻ, അദ്ദേഹം ഒരു ഗുരുസ്വാമിയായിരുന്നു. പിന്നെ അമ്മേൻ്റെ അമ്മ പഴനിയാണ് അവർക്ക്. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്നത് വളരെ ട്രഡീഷണലായിട്ട് പഴയ അമ്പലങ്ങളാണ്. അതിന് ആ അമ്പലങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിസ്റ്റ് ട്രഡീഷൻ ഉണ്ട്. ശബരിമല, പഴനിമല, ഇവിടെ കൊട്ടിയൂരമ്പലം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഈ 4 ക്ഷേത്രങ്ങളും ആ കാവുകളുമാണ് ഞങ്ങളുടെ ആളുകളുണ്ടായിരുന്നത്. പിന്നെ ഈ ഗുരുവായൂർ, തളി തുടങ്ങിയ അമ്പലങ്ങളിലൊന്നും 1937 ശേഷമാണ് പെർമിഷൻ കിട്ടിയിട്ടുള്ളതായിരുന്നു ഈ പിന്നോക്കക്കാർക്ക് കയറാനുള്ള അവകാശം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അവിടെ എൻ്റെ ഒന്നും കുടുംബത്തിൽ അതിനെക്കുറിച്ച് ആരും സംസാരിച്ചു. ഇപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള ആലോചനകളും ചിന്തകളും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തീയർ എന്ന് തന്നെയാണ്. കാരണം നമുക്കങ്ങനെ ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് ഇപ്പം സർക്കാർ പറയുന്നു, പിന്നെ ഹിന്ദുത്വവാദികളും പറയുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു കൾച്ചർ, ആ ഒരു ഹിന്ദു കൾച്ചർ അങ്ങനെ ഒരു ഡീപ്പായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ CPM ഇപ്പോൾ ഈ അടുത്തായിട്ട് അവരുടെ ഒരു പ്രൊപ്പഗണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരളത്തെ വിഴുങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ UDF വിഴുങ്ങുന്നു, മുസ്ലിം ലീഗിനെ വിഴുങ്ങിക്കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമി RSS ബൈനറി. നേരത്തെ NDF RSS എന്നായിരുന്നു. ഇപ്പോൾ NDF അധികം പറയാറില്ല. ഇപ്പോൾ കുറച്ചായിട്ട് SDP അല്ലെങ്കിൽ NDF ഒന്നും കേൾക്കാറില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ ഒരു ഭീകര സംഘടന RSS ഈ ഒരു ബൈനറി വെച്ചിട്ടാണ് ഒരു പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എത്രത്തോളം, അതായത് കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തെ, CPM രാഷ്ട്രീയത്തെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അത് ബാധിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ബൈനറി എന്ന് പറയുന്നത് RSSൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഉണ്ടാക്കിയൊരു ഒരു മാനുഫാക്ചേർഡ് ആയിട്ടുള്ളൊരു ഐഡിയ. വെച്ചാൽ മുസ്ലിങ്ങളോടുള്ള ഒരു വിരോധം ആണ് അതിൻ്റെ അടിത്തറ, മുസ്ലിം വിരോധം. അപ്പോൾ മുസ്ലിം നേരിട്ട് പറയുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കേസാവും. അപ്പോൾ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി, മൗലാന മൗദൂദി എന്നൊക്കെ പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് 2019 വരെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ അല്ല പ്രശ്നം. ഇത് വളരെ കൃത്യമായിട്ട് ഒരു ആൻറ്റി മുസ്ലിം ഒരു നാരറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ വന്നാൽ ഹിന്ദു സമുദായത്തിലുള്ള വോട്ടുകളെ മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽഡ് ചെയ്യാം, ഒന്നിച്ചു കൊണ്ടുവരാം എന്നാണ് ധാരണ. പക്ഷെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെയുള്ള പ്രശ്നം മലബാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു ഹിന്ദു പിന്നെ ഹിന്ദു മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നോക്ക സമുദായക്കാരെയാണ് ഇപ്പം മറ്റ് സമുദായക്കാർ വളരെ കുറച്ച് പേരുള്ളൂ. നായന്മാരൊക്കെ അവർ കൃത്യമായിട്ട് വോട്ട് എവിടെയാണ് ചെയ്യേണ്ടത് അറിയാം. ഈ ഈഴവ തീയ കമ്മ്യൂണിറ്റികളെ, ദളിത് കമ്മ്യൂണിറ്റിയെ, ഈ 2 കമ്മ്യൂണിറ്റികളെയും ഈ പിന്നെ ഇങ്ങനെ മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിപ്പിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ അവർ വിചാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് മലബാറിലെ ഒരു സവിശേഷ സാഹചര്യത്തെക്കുറിച്ച് ഇനിയും അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് തിങ്കിങ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്,
അത് മുസ്ലിങ്ങളെ കൺസോളിഡേറ്റ് ചെയ്യാൻ മാത്രമാണ് സഹായിക്കുന്നത്. യെസ് യെസ്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷ ആളുകളും CPM-ൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ CPM-ൻ്റെ കൂടെ വെക്കും. പക്ഷേ അവരെ നിങ്ങൾ കമ്മ്യൂണലൈസ് ചെയ്താലുള്ള ഒരു പ്രശ്നം അറിയും. ഒരു കമ്മ്യൂണൽ തോട്ട് പ്രോസസ്സ് നിങ്ങൾ അവരുടെ തലയിലേക്ക് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയാൽ അവരെ BJP-യിലേക്ക് പോകും. അതാണ് ഞാൻ അറിയുന്ന എത്രയോ ആളുകൾ ഇതിന് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് CPM-നാണ്. അതെ, ഞാൻ അറിയുന്ന അത്രയോ ആൾ ഞങ്ങളുടെയൊക്കെ എല്ലാ ഈ പിന്നോക്കക്കാരും മിക്കവാറും ഈ ദളിതായിട്ടുള്ള 90% ഫാമിലീസും 70s ഇടതുപക്ഷത്തിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് വളരെ കുറച്ച് പേരുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർ അധികവും പ്രമാണിമാരും കാശുകാരും ഒക്കെ ആയതുകൊണ്ടും അവർക്ക് അധികം താല്പര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ ഉണ്ടാവും. പക്ഷേ ഇപ്പം എന്താണ്, ഇപ്പം ഇങ്ങനെ ഈ കഴിഞ്ഞൊരു 10-25 വർഷമായി നിരന്തരമായ ഈ കമ്മ്യൂണൽ ഇഞ്ചക്ഷൻ നടത്തിയിട്ട് ഇപ്പം എനിക്ക് നേരിട്ടറിയുന്ന ഞങ്ങളുടെ കുടുംബത്തിലടക്കമുള്ള ഒരുപാട് പേര് പ്രോ RSS, പ്രോ ഹിന്ദു സംഘപരിവാർ ലൈനിലേക്ക് മാറാണ്. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളാണ്. എനിക്ക് എത്രയോ ആളുകൾ അറിയാം, നിരവധി ആളുകൾ ഇപ്പോൾ ആ ലൈനകത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ സ്വന്തം ശവക്കുഴി. അതുകൊണ്ട് കേരളത്തിൽ UDF-നെ തകർക്കാൻ അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ടാണ്? UDF ഒരു പലതരത്തിലുള്ള സാമൂഹിക താല്പര്യങ്ങളുടെ സാമൂഹിക ശക്തികളുടെ ഒരു ഐക്യമുന്നണിയാണ്. ആ ഐക്യമുന്നണിയിൽ വളരെ സോളിഡായിട്ടുള്ള താല്പര്യങ്ങളുള്ള ആളുകളാണ്. നേരെ മറിച്ച് ഒരു പൊളിറ്റിക്കൽ ബേസിസിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പൊളിറ്റിക്കൽ ബേസിസിനെ തകർത്ത് പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് പകരം കമ്മ്യൂണൽ ഐഡിയോളജി വന്നാൽ സംഘപരിവാരാണ് ശക്തിപ്പെടുക. അതാണ് 87 തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ കാണുന്നത്. അന്നാണ് ഈ വലിയ എന്താ പറയുക അതിശക്തമായ ഒരു മുസ്ലിം വിരുദ്ധതയുടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ. അന്നാണ് ഈ മറ്റേ എന്താ പറയുക മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, ഷാബാനു കേസ്, അതിൻ്റെ പേരിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും ഒക്കെ തമ്മിലുള്ള സംഘർഷങ്ങൾ. അന്ന് ആണ് ആദ്യമായിട്ട് സംഘപരിവാരത്തിന് ഹിന്ദു മുന്നണിക്ക് 7% വോട്ട് കിട്ടിയത്. അത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് വളർന്നതിൻ്റെ കാരണം ആ ഐഡിയോളജിയെ ചെറുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളത്. ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതെ, ഹിന്ദുത്വം കമ്മ്യൂണലായിട്ടുള്ള പൊളിറ്റിക്സ് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കമ്മ്യൂണൽ ഫോഴ്സസിന് മാത്രമാണ് ശക്തി കിട്ടുക. അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ കമ്മ്യൂണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RSS-ഉം സംഘപരിവാറുമാണ്. CPM-ന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം. CPM-ന് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അവർക്കിടയിൽ തന്നെ ഈ ഹിന്ദുത്വ ഐഡിയോളജി ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ അവരോട് പലരോടും സ്വകാര്യമായിട്ട് സംസാരിച്ചാൽ സംഘപരിവാരക്കാർ സംസാരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും അവർക്കില്ല. പലർക്കും മുസ്ലിം വിരുദ്ധത ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ വിചാരിക്കുന്നത് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിൻ്റെ ആളുകളടക്കം സംഘപരിവാരത്തിൻ്റെ ആൾ ഇങ്ങോട്ട് വരുന്നില്ല. അവർ കൂടുതൽ കൺസോളിഡേറ്റഡ് ആവുകയാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് പറയുന്നുണ്ട് സംഘപരിവാരത്തിൻ്റെ വോട്ട് കുറച്ച് കുറഞ്ഞു വന്നു. താൽക്കാലികമായിട്ട് പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നുന്നത് സംഘപരിവാരത്തിൻ്റെ വോട്ട് 87 മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തിപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് കുറഞ്ഞുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു ഒരു ഇതായിട്ട് കാണരുത്. പൊതുവിൽ സംഘപരിവാര രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെടുന്നതാണ്. ആ ശക്തിപ്പെടലിന് കൂടുതൽ പിന്തുണ നൽകുന്നത് CPM-ൻ്റെ ഈ പൊസിഷനിങ് ആണ്. യെസ്, വെള്ളാപ്പള്ളിയുടെ ഒരു രാഷ്ട്രീയത്തെ കൂടി ഇത് സ്വാധീനിക്കുന്നുണ്ടെന്നാണ്. അതാണ് പ്രശ്നം. വെള്ളാപ്പള്ളിക്ക് അയാളുടെ നിലപാട് പറയാം, നമുക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് മലപ്പുറത്ത് വന്ന് ശ്വാസം കിട്ടുന്നില്ല, ഒരു ഓക്സിജൻ്റെ മീറ്റ് കൂടി വാങ്ങിച്ചു വെച്ചാൽ മാസ്ക് കൂടി വെച്ചിട്ട് മലപ്പുറത്ത് കൂടി നടക്കണേ, നമുക്ക് കുഴപ്പമില്ല. നവോത്ഥാന സമിതിയുടെ അതെ, പക്ഷേ കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ ചെയർമാനാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് ബാക്കിയുള്ള ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ NSS-ൻ്റെ ആളെയും കൂടി കൊണ്ടുപോകട്ടെ. ഇയാൾ മുഖ്യമന്ത്രി, ഇദ്ദേഹം വയസ്സായിട്ടുള്ള ഒരാളാണ് ശരി, സമുദായ പ്രമാണിയാണ് ശരി, ആയിക്കോട്ടെ, ഇയാൾ കയറിക്കോട്ടെ. ടാക്സി കാറായിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കാരും കുഴപ്പമില്ല. മുഖ്യമന്ത്രി പോണ കൂട്ടത്തിൽ ഒരു 2-3 ആളെ കൂടി കൂട്ടുക, അതൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ വെള്ളാപ്പള്ളീൻ്റെ ഇപ്പുറത്ത് പിന്നെ മറ്റേ സുകുമാരൻ നായരെയും അല്ലെങ്കിൽ ഇപ്പുറത്ത് ജെഫ്രി തങ്ങളെയും അവരെയും കൂടി കൂട്ടിയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ബാവ തിരുമേനി ഉണ്ടല്ലോ, അവരെയും കൂട്ടണ്ടേ? ഇയാളെ മാത്രം കൂട്ട. കാരണം ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ തികഞ്ഞ വർഗീയമായിട്ട് നിലപാടെടുക്കുന്നു, മറ്റാരും ആ ടൈപ്പിൽ പെരുമാറുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം വിരോധം എന്ന് പറയുന്നത് കേരളത്തിൽ ചിലവാകുന്ന ഒരു ചരക്കല്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ആ അജണ്ട കൃത്യമായിട്ട് തിരിച്ചറിയുന്നവരാണ് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ പോലും ആ തരത്തിലൊരു അജണ്ട ചിലവാകുന്ന ഒരു നാടല്ല കേരളം. ഈ അടുത്ത് ചർച്ച ചെയ്യപ്പെട്ടെന്ന് ഈ മതമാണ് പ്രശ്നം, വിശപ്പാണ് പ്രശ്നം, ഈ 2 ചർച്ചകൾ. അപ്പോൾ വിശപ്പാണ് പ്രശ്നമെന്ന് വീണ്ടും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും ഒടുവിൽ
സണ്ണിയം കവിക്കാട് പറഞ്ഞു, വിശപ്പാണ് പ്രശ്നമെങ്കിൽ കുറച്ച് കപ്പപ്പുഴുക്ക് കൊടുത്താൽ മതിയല്ലോ. വിശപ്പ് പ്രശ്നം തന്നെയാണ്, പക്ഷേ ആളുകൾക്ക് ഐഡന്റിറ്റിയും പ്രശ്നമാണ്, യെസ്, ആളുകൾ കുടുംബവും പ്രശ്നമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും ആരോടും പറയാൻ നിൽക്കില്ല. പക്ഷെ ഒരാൾ എൻ്റെ നെഞ്ഞത്ത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് എടാ നീ മറ്റവനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യാം? പറയേണ്ടി വരികയാണ്. ഞാൻ ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുവരെ ഇല്ല, അങ്ങേക്ക് വരെ പറയേണ്ടി വന്നു എന്നുള്ളത്. അതെ, അത് എന്തിനാ എന്നെ നെഞ്ഞത്ത് ചവിട്ടുമ്പോഴും മാത്രമാണ് ശ്വാസം മുട്ടിയിട്ട് പറയാണ്. ആ നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നു എന്ന് പറയുന്ന കേരളത്തിലാണ് വിശപ്പാണ് പ്രശ്നം എന്ന് പറയുന്നത്. അത് വേറെ തമാശയാണ്. വിശപ്പിനെ കുറിച്ച് ഇപ്പോഴെങ്കിലും അവരെ ഓർക്കുന്നത് നന്നായി. റേഷൻ കടയൊക്കെ ഒന്ന് മര്യാദക്കാക്കിയിട്ട് അതിനോടൊന്നും റിയാക്ട് ചെയ്യുന്നതിന് അർത്ഥമില്ല. എന്തൊക്കെ വായി തോന്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഈ ഇസ്ലാമോഫോബിയ അത് ഒരു വാസ്തവമായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന CPM വരെ അതിൻ്റെ ഒരു പ്രചാരകരായി മാറുന്നു. കേരളത്തിൽ ഇതിനെ എങ്ങനെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടാണ് CPM ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി. ഭാവിയിൽ ഒരു പക്ഷേ ഇത് സാറ് പറഞ്ഞതുപോലെ ഒന്നായിട്ട് BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ പുതിയ കാലത്തെ ചെറുപ്പക്കാർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഇത്തരം ചർച്ചകളിൽ. അവർ കമ്മ്യൂണൽ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആളുകളല്ല. അവർ ഈ രാജ്യം മതേതരത്വത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു ചർച്ചയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കേരളം ഇതിനെ, ഈ ഇസ്ലാമോഫോബിക് പൊളിറ്റിക്സിനെ പ്രതിരോധിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇതിന് എക്സാമ്പിൾസ് കേരളത്തിലുണ്ട്. ഇപ്പോൾ അവർ വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ 2019 പിന്നെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അന്നില്ല രാഹുൽ ഗാന്ധി വന്നപ്പോഴും ആരൊക്കെയാണ് പറഞ്ഞത്? അവിടെയുള്ള പച്ചക്കൊടി മുഴുവൻ പാകിസ്ഥാൻ കൊടിയാണെന്ന് കണ്ടെത്തിയ ആളുകളാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്. അമിത്ഷാ പറഞ്ഞു, അങ്ങനെ ആദിത്യനാഥ് പറഞ്ഞു, പലരും പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ള വോട്ടർമാർ എന്താ ചെയ്തത്? 3 ലക്ഷത്തിലേറെ വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. എൻ്റെ വില്ലേജ് അടക്കം കേരളത്തിലൊരു പിന്നോക്ക പ്രദേശമാണ്. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ നിന്നാണ്. അപ്പോൾ വളരെ അങ്ങനെയുള്ള പ്രദേശം ആ ആളുകൾ ഒരാൾ പോലും ഈ അജണ്ടയിൽ കുടുങ്ങിയില്ല. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽപ്പെട്ടതാണത്. മലയോര പ്രദേശങ്ങളാണ്. അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമല്ല. അവിടെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പം അത് കേരളത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിനെപ്പോലും ജമാഅത്ത് പേരിൽ ഇട്ടിട്ട് വിശേഷിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് എനിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എത്രയുണ്ട്? അല്ല, പല മണ്ഡലത്തിലും SDP-യുടെ അത്ര പോലും വോട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വെൽഫെയർ പാർട്ടിക്ക് കിട്ടിയ സീറ്റുകളിലാണ് ഒരു 100 അവിടെ ഉള്ളൂ. SDP-ക്ക് അതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, എത്ര സീറ്റുണ്ട് എന്നുള്ളത്, എത്ര ആളുണ്ട് എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഒരു മണ്ഡലത്തിൽ ഒരുപക്ഷെ ഒരു 1000-1500 ഒക്കെ വോട്ടുണ്ടാകുമായിരിക്കും. അതിനപ്പുറത്തേക്ക്, അതും മലബാർ പ്രദേശത്ത് അതിനപ്പുറത്തേക്ക് അവർക്ക് അങ്ങനെ ഒരു വലിയ ഡിസൈസീവ് ഫോഴ്സ് അല്ല. രണ്ടാമത്തെ കാര്യം, അവരെല്ലാ കാലത്തും അവരുടെ ഒരു സാമുദായികമായിട്ടുള്ള ഐഡന്റിറ്റിയുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർ ചിലപ്പോൾ നാളെ ഇടതുപക്ഷത്തിന് പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും അവർ യഥാർത്ഥത്തിൽ അങ്ങനെ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നില്ല. 77 വരെ അവർ പിന്നെ സർക്കാർ ജോലി പോലും വേണ്ടാന്ന് വെച്ചിരുന്ന ആൾക്കാണ്. തെരഞ്ഞെടുപ്പിന് അവർ പോയിരുന്നില്ല, വോട്ട് ചെയ്തിരുന്നില്ല. പിന്നെ എന്താ 75-77 വരെ ഈ നിരോധനമൊക്കെ വന്നപ്പോൾ പബ്ലിക് ലൈഫിൽ നിന്ന് മാറിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ബോധി. 87 അവർ പത്രം തുടങ്ങി. അങ്ങനെ ആ പീരീഡ് മുതലാണ് അവർ പൊതുസമൂഹത്തിൻ്റെ ഒരു കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയത്. അപ്പോൾ ആ കാലത്തൊക്കെ 87 മാധ്യമമൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ഏതാണ്ട് 2019 വരെയുള്ള പീരീഡിൽ അവരിടയ്ക്ക് പറയും ഞങ്ങൾ മൂല്യാധിഷ്ഠിതമായിട്ടാണ് വോട്ട് കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ CPM-ൻ്റെ ആളുകൾക്കും LDF-ൻ്റെ ആളുകൾക്ക് ആദ്യം വോട്ട് കൊടുത്തിരുന്നത്. പക്ഷേ 2019 ആയപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോഴേ അവർക്ക് മനസ്സിലായി. അപ്പോഴേക്ക് ഇടതുപക്ഷം ഇല്ലാണ്ടായി. രാജ്യത്തിൻ്റെ ചിത്രം മാറി. ഇനി രാജ്യത്ത് സംഘപരിവാരത്തിന് പിന്നെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് വരെ കോൺഗ്രസിന് സംഘപരിവാരത്തിനെ പ്രതിരോധിക്കുന്നവരാരും നോക്കി കഴിഞ്ഞാൽ ആകെ 2 ആൾക്കാരുള്ള CPM ആണോ? ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ആണോ? CPM വരെ കോൺഗ്രസിന് CPM-ന്റെ ആളുകൾ ജയിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ്. കേരളത്തിൽ ഒരു സീറ്റ് ഇട്ടാ സമയം കിട്ടിയത്. അതിന് ബാക്കി 2 കേരളത്തിന് പുറത്തുനിന്നാണ് കിട്ടിയത്. ആ സീറ്റ് മുഴുവൻ കോൺഗ്രസ്സുകാർ കൊടുത്തതാണ്. അപ്പം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ സംഘപരിവാരത്തിനെതിരായിട്ട് ഇന്ത്യയിലല്ലേ, കേരളത്തിലല്ലല്ലോ ഫൈറ്റ്. ദേശീയ തലത്തിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ രക്ഷയുള്ളൂ. അതാണ് അവരുടെ നിലപാട് മാറ്റത്തിന് കാരണം. അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും? CPM പോലും കോൺഗ്രസിനോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ
എന്താ പറയുക പെരിഫറലായിട്ടുള്ള ഒരു തരത്തിലെ രാഷ്ട്രീയമായിട്ട് അടിത്തറയില്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ പറയുന്നതിൽ യാതൊരു വാസ്തവവും ഇല്ല, ഒരു ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല. ഒരു കാര്യത്തിൽ കൂടി പ്രതികരിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ CPM-നെ എതിർക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സച്ചിദാനന്ദൻ, കവി സച്ചിദാനന്ദൻ പറഞ്ഞു, ഇനിയും CPM അധികാരത്തിൽ വന്നാൽ ആ പാർട്ടി ഇല്ലാതാവും. അതോടുകൂടെ സച്ചിദാനന്ദന് നേരെ ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ അങ്ങേക്ക് ഭയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഭയക്കാനാണ്. കാരണം ഞാൻ എല്ലാ കാലത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കൊരു പാർട്ടിയില്ല. ഞാൻ 85 വരെ CPM-ലുണ്ടായിരുന്നു. ഞാനത് വിട്ടതാണ്. അതിനുശേഷം ഞാൻ പത്രപ്രവർത്തകനായിട്ട് ജീവിക്കുന്നു. എല്ലാ കാലത്തും കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ഇങ്ങനെ പലതും ശരിപ്പെടുത്തി കളയുന്ന ഒരു തവണ എനിക്ക് ഫേസ്ബുക്ക് അങ്ങനെ ഒന്നും അക്കൗണ്ടില്ല. അപ്പോൾ ഒരു തവണ ഇവർ എന്നെ അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ എറണാകുളത്ത് മറ്റേ നമ്മൾ വലിയത് പ്രളയം വന്നില്ലേ, അപ്പോൾ ആ ചേർന്ന് കുറേ പാവകൾ ഉണ്ടാക്കിയിരുന്നു. ആ പാവകൾക്ക് അവർ പേരിട്ട് ചേക്കുട്ടി എന്നാണ്. ഇപ്പോഴത്തെ ആ പാവണ്ടായിരുന്നു ഒരു ലക്ഷ്മി മേനോ വന്നു, ഒരു സ്ത്രീയാണത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അറ്റാക്ക് ചെയ്തു. ഞാനാന്ന് വിചാരിച്ചിട്ട് ആ പാവക്കുട്ടിയുടെ വെബ്സൈറ്റ് എവിടെ അറ്റാക്ക് ചെയ്യാൻ മാർഗമില്ല, എന്നെ അറ്റാക്ക് ചെയ്യാൻ ഫേസ്ബുക്കിലില്ല. അപ്പോൾ അവർ ഒരു കുറിപ്പിട്ടു, ദയവായിട്ട് ഈ പാവക്കുട്ടികളെ ഒഴിവാക്കി തരണം. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് പാകിസ്ഥാനിലേക്ക് അയക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാവക്കുട്ടിയുടെ ഗതികൾ ഓർത്തുപോയി. അപ്പോൾ അതുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നൊരു പാവക്കുട്ടികളെ അറ്റാക്ക് ചെയ്യും, പാവക്കുട്ടിയെ അറ്റാക്ക് ചെയ്യേണ്ട ആൾ അതിൻ്റെ അപ്പുറത്ത് പട്ടിക്കുട്ടിയെ അറ്റാക്ക് ചെയ്യും. അതൊന്നൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ പേടിച്ചിട്ടൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. പിന്നെ നമുക്കിപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. റൈറ്റ്.